നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. വിവാഹ സൽക്കാരം എന്ന ഒരു ചെറുകഥയാണ് നിങ്ങളിൽ ഞാൻ എത്തിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്ന് നഗരത്തിൻ്റെ തിളക്കത്തിലേക്ക് ചേർന്ന ഒരു പ്രഭാതം. ആ ദിവസം ഒരു സാധാരണ ദിവസമല്ലായിരുന്നു. ഒരു ധനിക കുടുംബത്തിലെ ഒറ്റ മകൻ്റെ വിവാഹദിനമായിരുന്നു അന്ന്. പക്ഷേ അത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിനപ്പുറം ഒരു പ്രദർശനമായി മാറിയിരിക്കുന്നു. വിവാഹമണ്ഡപം ഒരു പുഷ്പോദ്യാനം പോലെ അലങ്കരിച്ചിരിക്കുന്നു. ഓരോ കസേരയ്ക്കും ചുറ്റും നിറഞ്ഞു നിന്നത് സ്നേഹമല്ല, ചിലവാക്കലിൻ്റെ അഭിമാനമാണ്. ചന്ദനത്തിൻ്റെ സുഗന്ധം നിറഞ്ഞ വായുവിൽ പോലും ഒരു കൃത്രിമത്വം തോന്നി. വധുവായ അനഘയുടെ കയ്യിലെ മെഹന്തിയുടെ നിറം പോലും അവളുടെ മനസ്സിൻ്റെ നിറം മറച്ചുവെക്കാൻ പോന്നതായിരുന്നു. ആ നിറം പോലും അർജുന് നിർബന്ധമായിരുന്നു. എത്ര ചിലവായിരിക്കും ഈ അലങ്കാരങ്ങൾക്ക്? അതിഥികളിൽ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു. ഓ, കോടികൾ, മറുപടി വന്നു. ആ മറുപടി കേട്ടവരുടെ കണ്ണുകളിൽ അത്ഭുതം കൂടി. പക്ഷേ അവരുടെ കണ്ണുകൾക്കൊന്നും ആ മധുവിൻ്റെ കണ്ണുകൾ വായിക്കുവാൻ കഴിഞ്ഞില്ല. അവൾക്ക് മുന്നിൽ സജ്ജമാക്കിയിരുന്ന വലിയ സ്റ്റേജിൽ ക്യാമറകൾ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, അവളുടെ ഓരോ ചിരിയും പകർത്തി സൂക്ഷിക്കാൻ. എന്നാൽ ആ ചിരി അവളുടെ ഉള്ളിൽ നിന്ന് ഉള്ളതാണോ എന്ന് കാണാൻ ആരും മെനക്കെട്ടില്ല. വരനായ അർജുൻ കോട്ടും സൂട്ടും അണിഞ്ഞ് വിദേശ ബ്രാൻഡുകളുടെ ഭാരം വഹിച്ച് കൂട്ടുകാരുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ്റെ ചിരിയിലും ഒരു അഭിമാനമുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ വിവാഹം എന്ന അഭിമാനം. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കി എന്നതിലുള്ള വലിയ അഭിമാനം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എത്രമാത്രം പിറകെ നടന്നിട്ടും സമ്മതം മൂളാതിരുന്ന അനഘയെ തൻ്റെ വീട്ടുകാരും കൂടി ചെന്ന് എത്ര പ്രയാസപ്പെട്ടാണ് സമ്മതിപ്പിച്ചത് എന്ന് അവൻ ഓർത്തുപോയി. പക്ഷേ ആ ആഘോഷത്തിന് ഇടയിൽ ഒരു ചെറിയ നിഴൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് അനഘയുടെ അമ്മയും സഹോദരിയുമായിരുന്നു. അവരുടെ തുണിത്തരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വളരെ സാധാരണമായിരുന്നു. പക്ഷേ അതിൽ കരുതലിൻ്റെ ഒരു മൃദുത്വം ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾക്കൊരിക്കൽ പോലും ആ അലങ്കാരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയതില്ല. ആ അമ്മ നോക്കിയത് ഒരാളെ മാത്രമാണ്, തൻ്റെ മകൾ അനഘയെ. മോളെ, നിനക്ക് സന്തോഷമല്ലേ? അടുത്ത് നിന്ന് അമ്മ പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു. അനഘ ഒന്നും മിണ്ടാതിരുന്നു. അവളുടെ ചുറ്റും 100ഓളം ആളുകളും ലൈറ്റുകളും സംഗീതവും ഫോട്ടോഗ്രാഫർമാരും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഒറ്റപ്പെടൽ അവളെ ശ്വാസം മുട്ടിച്ചു. അമ്മേ, ഇതെല്ലാം വേണ്ടിയിരുന്നോ? അവൾ പതിയെ അമ്മയുടെ ചെവിയിൽ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. കാരണം ഈ വിവാഹം അവരുടെ ആഗ്രഹം പോലെയല്ല, അർജുൻ്റെ വീട്ടുകാരുടെ അന്തസ്സിൻ്റെ പ്രതീകമായിരുന്നു. വിവാഹാഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ സുഹൃത്തുക്കൾ ഒരുക്കുന്ന അതിരുവിട്ട തമാശകളും സർപ്രൈസുകളും പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തുന്നത് എന്ന് ഇന്ന് മനസ്സിലായി. ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ റിസപ്ഷനിടെ അത്തരമൊരു കൈപ്പേറിയ അനുഭവമാണ് ഇവർക്കുണ്ടായത്. വേദിയിലേക്ക് ദമ്പതികളെ ആനയിക്കപ്പെടുന്നതിനിടെ തൊട്ടടുത്ത് വെച്ച് സുഹൃത്തുക്കൾ വലിയ ശബ്ദത്തിൽ ഗുണ്ടു പൊട്ടിക്കുകയായിരുന്നു. അതിൻ്റെ അമിത ശബ്ദവും പ്രകമ്പനവും താങ്ങാനാകാതെ അനഘ വേദിയിൽ വെച്ച് പെട്ടെന്ന് ബോധം കെട്ടു. ആഘോഷത്തിമിർപ്പിലായിരുന്ന ഓഡിറ്റോറിയം നിമിഷ നേരം കൊണ്ട് നിശബ്ദമാവുകയും ബന്ധുക്കളും അതിഥികളും പരിഭ്രാന്തരാകുകയും ചെയ്തു. അർജുൻ്റെ സുഹൃത്തുക്കളുടെ വിവേകശൂന്യമായ ഈ പ്രവൃത്തി നവദമ്പതികളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന ഒരനുഭവമായി അന്നേരം മാറി. ഉടനെ തന്നെ അനഘയെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തര ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്തു. അങ്ങനെ അനഘ സാധാരണ നിലയിലായി. തുടർന്ന് അവർ പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് മടങ്ങിയെത്തുകയും ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഭക്ഷണശാലയിൽ നിരന്നു നിൽക്കുന്ന 60ഓളം വിഭവങ്ങൾ. പക്ഷേ ഒരാൾ പോലും അതിൻ്റെ രുചി ഓർമ്മിക്കാൻ പോകുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ ഓർക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: വിവാഹം എത്ര ഗംഭീരമായിരുന്നു അതുതന്നെ. വിവാഹ ചടങ്ങുകൾ രാത്രി വൈകി അവസാനിച്ചു. ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു. സംഗീതം നിശബ്ദമായി. ആളുകൾ പിരിഞ്ഞുപോയി. അലങ്കാര പുഷ്പങ്ങൾ വാടാൻ തുടങ്ങി. അനഘ മണിയറ ഒരുക്കിയിരുന്ന പുതിയ വീടിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു. പിന്നിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. അവൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ലോകം
ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിച്ചതുപോലെ എല്ലാം ശാന്തം. പെട്ടെന്ന് പിന്നിൽ നിന്ന് അർജുൻ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ വിവാഹം എല്ലാവരും പ്രശംസിച്ചു. ഞങ്ങൾ ശരിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്, അല്ലേ? പക്ഷേ അതിനിടയിലാണ് നിനക്ക് ബോധം കെടാൻ കണ്ടൊരു സമയം. മനുഷ്യരെ നാണം കെടുത്തി കളഞ്ഞില്ലേ? അല്പം ഈർഷ്യയോടാണ് അർജുൻ അത് പറഞ്ഞത്. കേട്ടപാടെ അനഘ സ്തബ്ധയായിപ്പോയി. ഇതാണോ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം? അവൾ സ്വയം മനസ്സിൽ ചോദിച്ചുകൊണ്ട് അയാളെ രൂക്ഷമായി തിരിഞ്ഞു നോക്കി. അവളുടെ ആ നോട്ടത്തിൽ പലതും അടങ്ങിയിരുന്നു. അത് നമ്മൾക്ക് വേണ്ടിയായിരുന്നോ അർജുൻ? അതോ മറ്റുള്ളവരെ കാണിക്കാനായിരുന്നോ? അവൾ ദൃഢസ്വരത്തിൽ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ കനം നിഴലിച്ചു. അതോടെ അർജുൻ നിശബ്ദനായി. കാരണം അവളുടെ മറുപടിയിൽ ഒരുപാട് സത്യങ്ങൾ മറഞ്ഞിരുന്നു. അത്യാഡംബരത്തിൻ്റെ മുഴക്കത്തിൽ യഥാർത്ഥ ബന്ധത്തിൻ്റെ ശബ്ദം മുങ്ങിപ്പോയിരുന്നു. വിവാഹം ഒരു ആഘോഷമാകാം, പക്ഷേ അതൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്നും ഓർക്കണം. അത് പുഷ്പങ്ങളുടെ സൗന്ദര്യത്തിലല്ല, ഹൃദയങ്ങളുടെ സത്യത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ അത് ഒരു ദിവസം മാത്രം തെളിഞ്ഞു കത്തുന്ന ദീപം പോലെ അടുത്ത ദിവസം ചാരമായി മാറിപ്പോകും. എങ്ങനെയുണ്ട് കഥ? അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.